നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഐക്യമത്യം നഷ്ടപ്പെട്ടിട്ട് വിഭജിച്ചു പോയി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ എല്ലാ തരത്തിലുമുള്ള ആർഗ്യുമെൻറ്റേറ്റീവ് പവർ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ജോസും ജോസഫും ഒന്നിച്ച് UDF-ൽ ഉണ്ടാകണമെന്ന് തുറന്നു പറഞ്ഞ കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ. ലയനത്തിന് തടസ്സം നേതാക്കളുടെ ഈഗോ. ഇടപെട്ട ബിഷപ്പുമാർക്കും മടുത്തു. നേതൃത്വത്തിന് പഴയ അനുസരണയില്ലെന്നും ഫാദർ മാണി പുതിയിടം ന്യൂസ് 18നോട്. സ്ഥാനമൊഴിയുന്ന മോഹൻലാലിന് പകരം അമ്മ പ്രസിഡന്റ് ആകാൻ ജഗദീഷ്. മത്സരിക്കാൻ നടീനടന്മാരുടെ പിന്തുണ തേടി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയ് മാത്യുവും ബാബുരാജും, ഇടവേള ബാബു, രവീന്ദ്രൻ, ശ്വേത മേനോൻ എന്നിവർ മത്സരരംഗത്ത്. ധർമ്മസ്ഥലയിലേക്ക് SIT സംഘം വരുന്നതിൽ തീരുമാനമായില്ല. അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറി SP സൗമ്യലത IPS. ജഗ്ദീപ് ധൻഖറിന് പകരക്കാരനായി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മുതിർന്ന BJP നേതാവ് തന്നെ എത്തുമെന്ന് സൂചന. JP നഡ്ഡ, വസുന്ധര രാജ സിന്ധ്യ, മനോജ് സിൻഹ എന്നിവർ പരിഗണനയിൽ. ധൻഖറിന്റെ രാജി BJP നേതൃത്വവുമായി ഇടഞ്ഞാണെന്ന് ദേശീയ മാധ്യമങ്ങൾ. ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാരത്തിന് കരുത്ത് പകരുന്ന കരാറിൽ പ്രധാനമന്ത്രി മോദിയും കെയ്ക്കർ സ്റ്റാമറും ഇന്ന് ഒപ്പുവയ്ക്കും. ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് നികുതിയും ഇന്ത്യക്കാരായ തൊഴിലാളികളിൽ നിന്ന് സാമൂഹിക സുരക്ഷാ നികുതിയും ചുമത്തില്ല. കൂടുതൽ തൊഴിലവസരമുണ്ടാകുമെന്ന് മോദി. നാഴികക്കല്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ. കർക്കടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം നടത്തി വിശ്വാസികൾ. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ചടങ്ങുകൾ തുടരുന്നു. തിരുനാവായിലും വർക്കല പാപനാശത്തും ആലുവ മണപ്പുറത്തും ബലിതർപ്പണത്തിന് വലിയ തിരക്ക്. വിശദമായ വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കണമെന്ന കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ ഫാദർ മാണി പുതിയിടം ന്യൂസ് 18നോട്. വിഘടിച്ചു നിൽക്കുന്നതുകൊണ്ട് ആ പാർട്ടിയിലുള്ളവർക്ക് പോലും ഗുണമില്ലാതായി. ഒരു മന്ത്രിയും MLA-യും കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഇവരെ കൊണ്ട് എന്ത് പ്രയോജനമെന്നും മാണി പുതിയിടം ചോദിച്ചു. പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ജോസ് കെ മാണി വിഭാഗം UDF-ൽ എത്തുകയാണ് വേണ്ടത്. സഭാ മേലധ്യക്ഷന്മാരടക്കം കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെട്ട് മടുത്തതായി അദ്ദേഹം വെളിപ്പെടുത്തി. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അതിന് ഒരു ഐക്യമത്യം മഹാബലം എന്ന് നാം പറയുന്ന എല്ലാ തലങ്ങളിലും എവിടെയും എപ്പോഴും പ്രസക്തമായ കാര്യം തന്നെയാണ്. ഇവിടെ ഐക്യമത്യം നഷ്ടപ്പെട്ടിട്ട് വിഭജിച്ച് പോയി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ എല്ലാ തരത്തിലുമുള്ള ആർഗ്യുമെൻറ്റേറ്റീവ് പവർ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. കേരള കോൺഗ്രസിനെ UDF-ലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പ്രതികരണം ചർച്ചയായിരിക്കുകയാണ് വെളിപ്പെടുത്തലുമായി കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ ഫാദർ മാണി പുതിയിടം രംഗത്ത് വന്നത്. കേരള കോൺഗ്രസുകൾ ഒന്നിച്ചു നിൽക്കണമെന്ന് മാത്രമല്ല UDF-ൽ എത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രത്യയശാസ്ത്രപരമായി ജോസ് കെ മാണി വിഭാഗത്തിന് എങ്ങനെയാണ് ഇടതുമുന്നണിയിൽ നിൽക്കാൻ കഴിയുക? ഫണ്ടമെന്റലായിട്ട് ഇവരുടെ ട്രേറ്റ്, ഇവരുടെ ഫിലോസഫി LDF അല്ലല്ലോ, UDF-ന്റെ രണ്ടും രണ്ടല്ലേ. മറ്റേതെന്താണ്? ഒലകൃത്യ വർഗസമരത്തിൻ്റെതല്ലേ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തോട് യോജിച്ചു പോകാൻ കേരള കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ സാധിക്കുന്നത്? പല ഘട്ടങ്ങളിലും ചർച്ചകൾ നടത്തിയിട്ടുള്ളതായി വൈദികൻ വെളിപ്പെടുത്തി. പക്ഷേ ബിഷപ്പുമാർ അടക്കം മടുത്ത അവസ്ഥയിലാണ്. അനുസരണശീലമുള്ള നേതൃത്വമല്ല ഇപ്പോൾ ഉള്ളതെന്നും മാണി പുതിയിടം തുറന്നടിച്ചു. ഈ ജനതയെ ഭിന്നിപ്പിച്ച് അവിടെ തമ്മിൽ അവരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് 16 ഗ്രൂപ്പാക്കി കൊണ്ട് പോകുന്നത് അത് അത്ര നല്ലതല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അതിന് ഞങ്ങൾക്ക് ചുമതലയുമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭിന്നതകൾ വരുമ്പോൾ ബി കെയർഫുൾ എന്ന് പറയാൻ ഞങ്ങൾ സന്നദ്ധമാകുന്നു. മതമേലധ്യക്ഷന്മാർക്ക് നിലപാടുകൾ എടുക്കുന്നു. പക്ഷേ ഇപ്പം മതമേലധ്യക്ഷന്മാർ ഒന്നും പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതുകൊണ്ടാണ്. കേരള കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് UDF-ൽ എത്തണമെന്ന ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇടതുമുന്നണി വിടാൻ നേതൃത്വത്തിന് ഭയമാണ്. ഭയപ്പെടാതെ പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒന്നിച്ചു പോയാൽ ഒന്നിച്ച് വിജയിക്കുക. പക്ഷേ അതിനുള്ള പ്രതിബദ്ധത കാണിക്കാൻ മാത്രമുള്ള ആത്മാർത്ഥത അവരെ മുൻപോട്ട് വച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് വേണം. ഫലത്തിൽ ജോസ് കെ മാണി വഴങ്ങാതെ വന്നതോടെ ചർച്ചകൾ വഴിമുട്ടുന്നു എന്നാണ് മാണി പുതിയിടം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന് ജോസ് കെ മാണിയുടെ അഭിപ്രായമല്ല എന്നും മാണി പുതിയിടം തുറന്നു പറയുന്നു.
UDF-ലേക്ക് എത്താൻ ജോസ് കെ മാണി മാത്രമാണ് തടസ്സം നിൽക്കുന്നത് എന്നാണ് മാണി പുതിയിടത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് അപ്പുറത്ത് ഒരു പിളർപ്പുണ്ടാക്കാനായിരിക്കുമോ ഇനി UDF ശ്രമിക്കുക? ജോസ് കെ മാണി വിഭാഗം പിളരുമോ? കാത്തിരുന്ന് കാണാം. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഏതെങ്കിലും ഒരു വൈദികൻ പറയുന്നത് കേട്ട് കേരള രാഷ്ട്രീയം മാറില്ലെന്ന് CPM നേതാവ് കെ അനിൽകുമാർ. പുതിയിടത്തിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും ഒരു വൈദികൻ പറയുന്നത് വെച്ചിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകും എന്നാരെങ്കിലും ധരിക്കാൻ പാടില്ല. മാത്രമല്ല, അത്തരം അഭിപ്രായങ്ങളെ നിരാകരിക്കുന്ന പൊതുമണ്ഡലമാണ് കേരളത്തിലുള്ളത്. കേരള കോൺഗ്രസും ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചു. അതിന്റെ നിരാശ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ UDF-നുണ്ട്, വലതുപക്ഷത്തിനുണ്ട്. അവര് കേരള കോൺഗ്രസ് തമ്മിലെ അണികൾക്കിടയിൽ വെറുതെ ഒരു അന്തഛിദ്രം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഓരോരുത്തരെ വെച്ച് നുണ നിർമ്മിക്കുകയാണ്. അതിന് കഴിവായി നിൽക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർ സ്വയം ആലോചിക്കുക, ഇത്തരം പണിയാണോ തങ്ങളെ വൈദിക ജീവിതത്തിന്റെ ഭാഗമായി സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ BJP വളരുന്നതിന് കാരണം UDF, LDF മുന്നണികളുടെ പ്രീണനം കൊണ്ടാണെന്നും ഫാദർ മാണി പുതിയിടം ന്യൂസ് 18നോട്. BJP നയങ്ങൾക്ക് ക്രൈസ്തവർ വിധേയപ്പെടാൻ സാധ്യതയുണ്ട്. BJP-യിൽ കൂടിയാണ് നിലനിൽപ്പുണ്ടാവുക എന്ന് ചിന്തിക്കരുത്. നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഭയമാണ് വിശ്വാസികളെ BJP-യിലേക്ക് അടുപ്പിക്കുന്നതെന്നും മാണി പുതിയിടം വ്യക്തമാക്കി. ഇവിടെ ഈ പ്രീണനം കൊണ്ട് രണ്ട് പാർട്ടികൾ നടക്കുമ്പം ഒരുപക്ഷേ വോട്ടേഴ്സിൻ്റെ തിങ്കിങ് ആ വഴിക്ക് തിരിഞ്ഞു എന്ന് വരാം. അപ്പോൾ അവർ ഇവരുടെ നയങ്ങൾക്ക് ചിലപ്പോൾ വിധേയപ്പെട്ടു എന്നും വരാം. അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആരാ? മറ്റ് പാർട്ടികൾ തന്നെയാണ്. ഈ പറയുന്ന UDF-ഉം LDF-ഉം തന്നെയാണ്. UDF-ൻ്റെയും LDF-ൻ്റെയും പ്രീണന നയമൊന്ന് മാറ്റിവെച്ചിട്ട് അവർ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ഒരുപോലെ പരിഗണിക്കുന്ന നില വരികയാണെങ്കിൽ അപ്പോൾ അത് മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അബ്സല്യൂട്ടായിട്ട് BJP ആണ് ഞങ്ങളുടെ രക്ഷകനെന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരിക്കലും ശരിയാവില്ല. ആയിരുന്നുവെങ്കിൽ ഈ ഇടപാട് ഉണ്ടാവില്ലായിരുന്നേ. BJP-യോടൊരു അകലം കാണിക്കേണ്ടതില്ല എന്നും ആയിരിക്കും. അതില്ല, അകലം അതൊക്കെ പണ്ടുണ്ടായിരുന്നവർക്ക് മാറിപ്പോയി. അകലം കാലിക്കേണ്ട കാര്യം നടത്തുകൊണ്ട് ഇവർ ഒത്തിരി പേര് BJP പ്രവർത്തിക്കുന്നുണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ ഫാദർ മാണി പുതിയിടം. കേരളത്തിൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി ഉണ്ടായാൽ എന്താണ് കുഴപ്പമെന്നും കാര്യം നേടാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും മാണി പുതിയിടം പറഞ്ഞു. മുസ്ലിം വിഭാഗത്തിന് ഒരിക്കലും എതിരാകാൻ പാടില്ല. അതൊരു മതവിഭാഗമാണ്. പക്ഷേ നമ്മളെതിരായിരിക്കുന്നതുകൊണ്ട് ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ അത് നമ്മൾ പറഞ്ഞു കേട്ടുള്ളതാണ്. ഭീകര പ്രസ്ഥാനങ്ങൾ ഇടപെടുന്നവരെ മിക്കവാറും എല്ലാം തന്നെ മുസ്ലിങ്ങളാണെന്നും പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ഒന്നും ഭീകര പ്രസ്ഥാനങ്ങൾപ്പെട്ടവരല്ലെന്നും നല്ല മനുഷ്യരാണെന്നും അവിടെ ധരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരാളിനെ കണ്ടുകൊണ്ട് പ്രചരിച്ചോടെ കാണുന്നത് അത് ശരിയല്ല. അതുകൊണ്ടാണ് മുസ്ലിം ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? എന്നെ കുഴപ്പമുണ്ടായിരുന്നു. മുഹമ്മദ് കോയ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? എന്നെ കുഴപ്പമുണ്ടായിരുന്നു. അവർ മുഖ്യമന്ത്രി ആകട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് ജനാധിപത്യ രീതിയിലൂടെ അവർ പോകുന്നുവെങ്കിൽ ജനാധിപത്യ നിലയിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കും. പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ പ്രത്യേകിച്ചും ഇപ്പം എന്താ അതിനെ കുഴപ്പമിരിക്കുന്നത്? അവർ മുഖ്യമന്ത്രിയാകുള്ള മെടുക്കന്മാർ നേതാക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം തന്നെയുണ്ട്. കാസർഗോഡ് ചെറുവത്തൂർ വീരമല കുന്നിടിഞ്ഞുണ്ടായ അപകടം ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച മൂലമെന്ന ആരോപണം. അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി കളക്ടർ റിപ്പോർട്ട് നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. മേഖലയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ദേശീയപാത നീലേശ്വരത്തിനും ചെറുവത്തൂരിനും ഇടയിലാണ് കഴിഞ്ഞ ദിവസം കുന്നിടിഞ്ഞത്. മണ്ണും കല്ലുമെല്ലാം ദേശീയപാതയിൽ പതിച്ചിരുന്നു. അതീവ ജാഗ്രതാ പട്ടികയിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടുത്തിയ സ്ഥലത്താണ് നിർമ്മാണ പ്രവൃത്തി നടന്നത്. മഴയിൽ ദേശീയപാത പല ഭാഗത്തും തകർന്നതിനും കുന്നുകൾ ഇടിഞ്ഞതിനും പിന്നാലെയാണ് ജില്ലാ കളക്ടർ ഇ ഇമ്പശേഖരന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ വീരമലയിലും ഡ്രോൺ പരിശോധന നടത്തിയത്. പരിശോധനയിൽ മലയിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം വ്യക്തമാക്കി ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ നടപടിയെടുത്തില്ലെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. വീരമലക്കുന്ന് അപകടമേഖലയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ആദ്യ അലൈൻമെന്റ് പ്രകാരം റോഡ് മലയിൽ നിന്നും മാറി വയലിന് മുകളിലൂടെ തൂണിൽ നിർമ്മിക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത്. എന്നാൽ ഏറെ പാരിസ്ഥിതിക പ്രത്യേകതകളുള്ള മല തന്നെ കീറിമുറിച്ച് റോഡ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നതാണ് പിന്നീട് കണ്ടത്. നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന് മണ്ണ് കിട്ടാനുള്ള എളുപ്പ വഴിയായിരുന്നു ഇതെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 ചെറുവത്തൂർ. ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയിൽ തുടർച്ചയായ 4ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. തീവ്ര പരിശോധന നടത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു.
നിരന്തരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനെതിരെ സ്പീക്കർ ഓം ബിർള രംഗത്തെത്തി. പാർലമെന്റിൽ ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. Whenever we want to speak, whenever the opposition leaders want to speak, they are not allowed to speak. We have been asking for discussions. They should agree. In the last session, I was surprised because I am a new MP. I was surprised to see that the disruption was starting from the treasury benches. I was surprised. They would pick a topic so that we react to the topic, and then there's a hangama and the house gets adjourned. And so I think it's suiting them just fine. നേരത്തെ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷ എംപിമാർ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചിരുന്നു. അതിനിടെ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ച ലോക്സഭയിൽ ഈ മാസം 28-നും രാജ്യസഭയിൽ 29-നും നടക്കും. 16 മണിക്കൂറാണ് വിഷയം ചർച്ച ചെയ്യുക. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയ്ക്ക് മറുപടി നൽകും. ഉപരാഷ്ട്രപതിയായി മുതിർന്ന BJP നേതാവ് തന്നെ എത്തിയേക്കും. ഘടകകക്ഷി നേതാക്കളുടെ പേരുകൾ സജീവ പരിഗണനയിലുണ്ടെന്ന സൂചനകൾക്കിടെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനം BJP നിലനിർത്തുമെന്ന വിവരം പുറത്തുവരുന്നത്. ഇതിനിടെ BJPയിലെ കടുത്ത അതൃപ്തിയാണ് ധൻഖറിന്റെ രാജിക്ക് പിന്നിലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുതിർന്ന BJP നേതാക്കളായ വസുന്ധരായ സിന്ധ്യ, സ്ഥാനമൊഴിയുന്ന ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരാണ് പരിഗണനയിൽ. ഘടകകക്ഷി നേതാക്കളുടെ, പ്രത്യേകിച്ച് JDUവിന്റെ കേന്ദ്രമന്ത്രിയും ബീഹാറിലെ പിന്നോക്ക വിഭാഗം നേതാവുമായ രാംനാഥ് ഠാക്കൂറിന്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. ഉപരാഷ്ട്രപതി സ്ഥാനം TDPയും ആഗ്രഹിക്കുന്നു. അതേസമയം BJP നേതാവ് തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി എന്നാണ് വിവരം. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി യോജിച്ചു പോകുന്ന ആളായിരിക്കണം ഉപരാഷ്ട്രപതി എന്ന വാദത്തിനാണ് BJPയിൽ പ്രാമുഖ്യം. BJP ആ തീരുമാനത്തിലേക്ക് എത്തിയാൽ ഘടകകക്ഷികളും എതിർക്കില്ല. ഇതിനിടെ ജഗ്ദീപ് ധൻഖറിന്റെ രാജി BJPയുമായുള്ള കടുത്ത അഭിപ്രായ ഭിന്നതയിലാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാഷ്ട്രപതി സ്ഥാനം ധൻഖർ ആഗ്രഹിച്ചിരുന്നുവെന്നും അത് നേതാക്കളെ അറിയിച്ചിരുന്നുവെന്നുമാണ് വിവരം. അതേസമയം അത് അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ലെന്നും അത് ധൻഖറിന്റെ രാജിയിലേക്ക് എത്തിച്ചുവെന്നുമാണ് സൂചനകൾ. രാജി സൂചനകളുമായി ധൻഖർ രാഷ്ട്രപതി ഭവനിലെത്തിയതും നേരത്തെ അറിയിക്കാതെയാണ്. ധൻഖറിന് ഔദ്യോഗിക യാത്രയയപ്പ് ഉണ്ടാകില്ലെന്നും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കൂടിക്കാഴ്ചയ്ക്കായുള്ള പ്രതിപക്ഷ നേതാക്കളുടെ നീക്കത്തിന് ധൻഖർ അനുമതി നൽകിയിട്ടില്ല. ശിവസേന നേതാവ് സഞ്ജയ് റാവത്തിനോടും NCP നേതാവ് ശരത് പവാറിനോടുമാണ് ധൻഖർ ബിഗ് നോ പറഞ്ഞത്. മറ്റന്നാൾ നടക്കുന്ന NDA യോഗത്തിൽ പേര് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് വിവരം. ഇതിനിടെ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായ ശേഷം ഷെഡ്യൂൾ പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 12 പേരെ വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീംകോടതിയുടെ നടപടി. എന്നാൽ പ്രതികളെ ഉടൻ ജയിൽ മോചിതരാക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിട്ടില്ല. വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 5 പേരെയും ജീവപര്യന്തം തടവിന് വിധിച്ച 7 പേരെയുമാണ് തിങ്കളാഴ്ച ഹൈക്കോടതി വെറുതെ വിട്ടത്. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് നിരീക്ഷിച്ചായിരുന്നു മുംബൈ ഹൈക്കോടതിയുടെ വിധി. പ്രതികൾ കുറ്റകൃത്യം ചെയ്തുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ബോംബുകൾ ഏത് വിഭാഗത്തിലുള്ളതാണെന്ന് പോലും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിനായില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേസ് അന്വേഷിച്ച മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡിനേറ്റ വലിയ തിരിച്ചടിയായിരുന്നു ഈ വിധി. പിന്നാലെ മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് സുപ്രീംകോടതി വിധി സ്റ്റേ ചെയ്തത്. സ്റ്റേ ഉത്തരവ് പ്രതികളെ ജയിൽ മോചിതരാക്കുന്നതിനെ ബാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. 12 പ്രതികൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. 2006 ജൂലൈയിൽ നടന്ന സ്ഫോടനത്തിൽ 186 പേർ മരിക്കുകയും 800 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേസിൽ അറസ്റ്റ് ചെയ്ത 12 പേരെ 2015 ഒക്ടോബറിലാണ് കീഴ്ക്കോടതി ശിക്ഷിച്ചത്. 5 പേർക്ക് വധശിക്ഷയും 7 പേർക്ക് ജീവപര്യന്തവുമാണ് കോടതി വിധിച്ചത്. 7 ലോക്കൽ ട്രെയിനുകളിലായിരുന്നു നഗരത്തെ നടുക്കിയ സ്ഫോടന പരമ്പരയുണ്ടായത്. പ്രഷർ കുക്കർ ബോംബുകളാണ് ഉപയോഗിച്ചിരുന്നത്. വൈകിട്ട് 6:24 ഖാർ റോഡ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ആദ്യ സ്ഫോടനം.
ബാന്ദ്ര, ജോഗേശ്വരി, മാഹിം, മീര റോഡ്, മാട്ടുങ്ക, ബോറിവ്ലി എന്നിവിടങ്ങളിലായിരുന്നു തുടർ സ്ഫോടനങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കാണാതായ റഷ്യൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. റഷ്യയിലെ കിഴക്കൻ മേഖലയായ അമൂറിലാണ് വിമാനം തകർന്നു വീണത്. 5 കുട്ടികൾ ഉൾപ്പെടെ 43 യാത്രക്കാരും 6 ജീവനക്കാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു. സൈബീരിയ ആസ്ഥാനമായുള്ള അങ്കാര എയർലൈൻസിന്റെ AN-24 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ടിൻഡ വിമാനത്താവളത്തിൽ ആദ്യം ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. പിന്നീട് രണ്ടാമത്തെ ലാൻഡിംഗ് ശ്രമത്തിനിടെയാണ് വിമാനം അപ്രത്യക്ഷമായത്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തുടരില്ല. ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനും മത്സരരംഗത്തേക്ക് എത്തും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് താരങ്ങളിൽ നിന്ന് പിന്തുണ തേടി. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബാബുരാജും ജോയ് മാത്യുവും മത്സരരംഗത്ത് എത്തും. 110 താരങ്ങൾ വിവിധ സ്ഥാനങ്ങളിലേക്ക് പത്രിക വാങ്ങി. ഇന്ന് വൈകിട്ടാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അഡ്ഹോക് കമ്മിറ്റിയായി മാത്രം തുടരുന്ന അമ്മ ഭരണസമിതി രൂപീകരിക്കാനുള്ള ചർച്ചകൾ തുടരുമ്പോൾ ഇന്ന് വൈകിട്ട് നിർണായകമായി മാറും. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണം എന്ന ചർച്ചകൾ സജീവമായി ഉണ്ടായിരുന്നെങ്കിലും മത്സരിക്കില്ല എന്ന ഉറച്ച നിലപാട് ലാൽ എടുത്തതോടെ കണ്ണുകൾ മറ്റ് താരങ്ങളിലേക്ക് നീളുകയാണ്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് വൈകിട്ടാകുമ്പോൾ ആരെല്ലാം ഏതെല്ലാം പദവികളിൽ മത്സരിക്കുമെന്ന സസ്പെൻസ് നിലനിൽക്കുകയാണ്. അമ്മയിലെ 505 താരങ്ങളിൽ 110 താരങ്ങൾ പത്രിക വാങ്ങിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. ഇത് അമ്മയുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ സംഭവമാണ്. അതേസമയം മോഹൻലാൽ തുടരില്ല എന്നത് വ്യക്തമാണ്. പുതിയ താരങ്ങൾ വരട്ടെയെന്നും താൻ മത്സരിക്കാനില്ലെന്നും കഴിഞ്ഞ ജനറൽ ബോഡിയിൽ മോഹൻലാൽ തുറന്നു പറഞ്ഞിരുന്നു. മോഹൻലാൽ മത്സരിക്കാനില്ലാതെ വരുന്നതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് ശക്തമായി മത്സരരംഗത്തേക്ക് ഉയരുന്നു. ശ്വേതാ മേനോനും രവീന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. മറ്റ് താരങ്ങളെ കണ്ട് പിന്തുണ തേടുകയാണ് നിലവിലിവർ. അതേസമയം കുഞ്ചാക്കോ ബോബൻ, വിജയരാഘവൻ എന്നിവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. കുഞ്ചാക്കോ ബോബനെ പോലൊരു യുവതാരം മത്സരിക്കാനെത്തുന്നത് ഗുണം ചെയ്യുമെന്ന് വാദിക്കുന്ന ഒരു വലിയ പക്ഷം അമ്മയിലുണ്ട്. തൊട്ടടുത്ത ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ എതിർക്കാൻ ജോയ് മാത്യു എത്തും. ഒരു വിഭാഗം താരങ്ങൾ ആരോപണ വിധേയനായ ബാബുരാജ് മത്സരിക്കുന്നതിൽ ശക്തമായ വിയോജിപ്പ് നിലനിൽക്കെയാണ് ജോയ് മാത്യു മത്സരരംഗത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ മത്സരരംഗത്ത് എത്തിയവരിൽ പല താരങ്ങളും ഇത്തവണയും എത്തുന്നുണ്ടെന്നാണ് സൂചനകൾ. ജയൻ ചേർത്തല, ഷീലു എബ്രഹാം, അൻസിബ, കൈലാസ്, അനൂപ് ചന്ദ്രൻ, നന്ദു പുതുവാൾ, സജിത ബേട്ടി, ലക്ഷ്മിപ്രിയ, അഞ്ജലി നായർ, ആശ അരവിന്ദ് എന്നിവരാണ് മറ്റ് മത്സരരംഗത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേരുകൾ. ഈ മാസം 31-നാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്നത്. ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15 നടക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി പതിനായിരങ്ങൾ. സംസ്ഥാനത്തുടനീളം ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. ആലുവ മണപ്പുറം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം, പാപനാശം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പതിനായിരങ്ങളാണ് ബലിയർപ്പിച്ചു മടങ്ങിയത്. അർദ്ധരാത്രി മുതൽ ബലിക്കടവുകളിൽ വിശ്വാസികളുടെ തിരക്കായിരുന്നു. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വിശ്വാസികൾ ബലിതർപ്പണം നടത്തി. ആലുവ മണപ്പുറം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം, പാപനാശം, ശിവഗിരി, കൽപ്പാത്തി, തിരുമിറ്റക്കോട്, ഭാരതപ്പുഴ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ പതിനായിരങ്ങളാണ് എത്തിയത്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ 9 ബലിമണ്ഡപങ്ങളിലായി ഒരു സമയം 3500 പേർക്ക് ബലിയിടാനായി. നെടുമങ്ങാട് കല്ലമ്പാറ കടവിലും കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ആറാട്ടുകടവിലും അരുവിക്കര ഡാം സൈറ്റിലും പതിവ് പോലെ ബലിതർപ്പണത്തിനായി ഭക്തരെത്തി. കൊല്ലത്ത് കല്ലടയാറിന്റെ തീരത്തും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ഭാരതപ്പുഴയോരങ്ങളിൽ നടന്ന ബലിതർപ്പണത്തിന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സുരക്ഷയും ഒരുക്കിയിരുന്നു. രാത്രി മുതൽ തുടർന്ന കനത്ത മഴ ചടങ്ങുകളെ ബാധിച്ചില്ല. സന്നദ്ധ സംഘടനകളും പോലീസും ഫയർഫോഴ്സും വിവിധ സർക്കാർ വകുപ്പുകളും തീരത്ത് ഭക്തർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ അടിവാരം സ്വദേശിനി ഹർഷിന വീണ്ടും സമരമുഖത്തേക്ക്. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരായ അച്ചടക്ക നടപടിയും നിയമ നടപടികളും വേഗത്തിലാക്കണമെന്നും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടാണ് ഹർഷിന വീണ്ടും സമരത്തിനൊരുങ്ങുന്നത്. നീതിക്ക് വേണ്ടിയുള്ള ഹർഷീനയുടെ പോരാട്ടം നാളുകൾ പിന്നിടുന്നു. പലതവണ സർജറിക്ക് വിധേയമായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു കരുണാർദ്രമായ നിലപാട് ഉണ്ടാവുന്നില്ല എന്നാണ് ഹർഷീന പറയുന്നത്. വീണ്ടും പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലുമാണ് നീതി നൽകുമെന്ന് പലപ്പോഴും പറയുന്നുണ്ട്. ഒരു കിരണം പോലും ഇപ്പോഴും താങ്കളിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെ വാസ്തവം. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും വലിയൊരു അനാസ്ഥയ്ക്ക് ഇരയായി
ഇതിനായി എല്ലാ തെളിവുകളോടും കൂടി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടും ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് തൊട്ട് ഹർഷനക്കൊപ്പമാണ് സർക്കാർ, മുഖ്യമന്ത്രി അടക്കം നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും, നീതി ഉറപ്പാക്കുന്നു പറഞ്ഞു എന്നല്ലാതെ ഒരു തരത്തിലുള്ള നീതി ഇതുവരെ നമുക്ക് ഉറപ്പായിട്ടില്ല. അപ്പോൾ അവസാന പ്രതീക്ഷയായിരുന്നു കോടതി. അപ്പോൾ അവിടെ പോലും നമ്മളെ അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ഈ കുന്നമംഗലം കോടതിയിൽ ഈ ക്രിമിനൽ കേസ് വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് അവിടെ പോയിട്ട് ഞങ്ങൾ നിരപരാധികളാണെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് പോയിട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ സ്റ്റേ വാങ്ങി പോകുന്നത്. നമ്മളെ ഭാഗം കേൾക്കാൻ പോലുള്ള ഒരു സമയം തരാതെ അവർ സ്റ്റേ കൊടുത്തു. ഇത്രയും അധികം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന ഒരു പ്രതീക്ഷ കോടതിയാണ്. ഇപ്പം ഒരു കോമ്പൻസേഷന് വേണ്ടി നമ്മൾ എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീതി ഉറപ്പാവില്ല എന്ന് ഉറപ്പായപ്പോഴാണ് നമ്മളിപ്പോൾ കോടതിയിൽ കോമ്പൻസേഷന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തീരുമാനമായി വരുമ്പോഴേക്ക് എന്താണെന്ന് നമുക്കറിയില്ല. കോടതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ അങ്ങനെയാണല്ലോ. നമ്മളെ നഷ്ടങ്ങൾക്ക് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ട സമയത്താണല്ലോ നമുക്ക് നഷ്ടപരിഹാരം വേണ്ടത്. അപ്പോൾ അതിന് ഒരു തീരുമാനവും അല്ലെങ്കിൽ ഇത് ചെയ്തവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ആരോഗ്യവകുപ്പ് മന്ത്രിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നീതിയാണ് ഇവർ നമുക്ക് ഉറപ്പാക്കുന്നത്? ഇനി ഒരാൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാനും പാടില്ല. അപ്പോൾ നീതി കിട്ടുന്നത് വരെ എവിടെയാണോ കിട്ടുന്നത് അവരുടെ പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിരന്തരമായ ഒരു സമരത്തിന് തൽക്കാലം ആരോഗ്യാവസ്ഥ സമ്മതിക്കാത്തതുകൊണ്ടാണ് നമ്മൾ കുറേ മാറി നിന്ന് ഇനി ഏതെങ്കിലും രൂപത്തിലൊരു നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. നീതി കിട്ടും വരെ സമരം ചെയ്യാന്നുള്ളത് തന്നെയാണ് പോരാട്ടത്തിലുള്ള നീതി. എവിടെ കിട്ടുന്നു അവിടെ വരും. കാരണം നമ്മൾ അത്രയും തളർന്നു കഴിഞ്ഞു. ഇനി ഒരാൾക്ക് ഇത്രയും വലിയൊരു ഗതികേട് ഉണ്ടാവാൻ പാടില്ല. എന്തായാലും ഹർഷന വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. 29-ന് ഏകദിന സത്യാഗ്രഹത്തോടുകൂടിയാണ് അടുത്ത ഘട്ട സമര പരിപാടികൾക്ക് തുടക്കമാവുന്നത്. പിന്നീട് നിരന്തരമായി ഈ വിഷയം ഉന്നയിച്ച് രംഗത്തേക്ക് വരാൻ തന്നെ സർക്കാരിൻ്റെ കണ്ണു തുറക്കും വരെ അല്ലെങ്കിൽ ഹർഷനയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുന്നത് വരെ പ്രതിഷേധ രംഗത്ത് അണിനിരക്കാനാണ് ഹർഷനയുടെ ഒപ്പമുള്ളവർ ആലോചിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥികളെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. രാവിലെ 9:30-ഓടെ നാലാഞ്ചിറയിലായിരുന്നു സംഭവം. ഫുട്പാത്ത് വഴി പോവുകയായിരുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വലിയ ചുടുകാട്ടിൽ VSന്റെ ചിത ഒരാഴ്ച ഇതേ നിലയിൽ സൂക്ഷിക്കാൻ CPM തീരുമാനം. സംസ്കാരം നടന്ന വലിയ ചുടുകാട്ടിലേക്ക് ഇപ്പോഴും നിരവധി പേരാണ് എത്തുന്നത്. VSന്റെ കുടുംബാംഗങ്ങളും ഇന്ന് ഇവിടെയെത്തി. മഴയ്ക്ക് ശേഷമുള്ള മരപ്പെയ്ത്തുപോലെ വലിയ ചുടുകാട്ടിലേക്കുള്ള ആളൊഴുക്ക് ഇപ്പോഴും നിലച്ചിട്ടില്ല. പ്രിയ നേതാവിന്റെ ശേഷിപ്പുകൾ കാണാൻ, അഭിവാദ്യമർപ്പിക്കാൻ ജനം അക്ഷരാർത്ഥത്തിൽ ഒഴുകുകയാണ് വലിയ ചുടുകാട്ടിലേക്ക്. VS മരിച്ചെന്ന് വിശ്വസിക്കാൻ പോലും പലർക്കും കഴിയുന്നില്ല. ചെങ്ങമ്പുഴയുടെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം അറിയുന്ന, അവരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാൻ അനീതിയോട് കലഹിക്കുന്ന പോരാളിയാണ്. മനുഷ്യ മനസ്സിന്റെ വിപ്ലവകാരിയാണ് സഖാവ് VS. മണ്ണിനോടും പ്രകൃതിയോടും മനുഷ്യന് വേണ്ടി പോരടിക്കുന്ന വിപ്ലവകാരി, അതാണ് സഖാവ്. സങ്കടമടക്കാനാകുന്നില്ല പലർക്കും. വിതുമ്പിയും പൊട്ടിക്കരഞ്ഞും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുകയാണ്. മനുഷ്യ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ലവനാണ്. എന്ത് പറയണം എനിക്ക് തന്നെ അറിയത്തില്ല, പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ ഉള്ള ഒരു വ്യക്തിയാണ്. വിട്ടുപിരിഞ്ഞു പോയതിൽ അഗാധമായ ദുഃഖം സങ്കടവുമുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുമെന്നാണ് CPM കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച ഇതേപടി ചിത സൂക്ഷിക്കും. ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഈ ചുടുകാട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പം ഒരാഴ്ച കാലം ഇവിടെ ഇത് ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്, ആൾക്കാർക്ക് വരാനും കാണാനും വേണ്ടി. VSന്റെ കുടുംബാംഗങ്ങളും ഇന്ന് വലിയ ചുടുകാട്ടിലെത്തി. മകൻ അരുൺകുമാറും മകൾ ആശയും ചെറുമക്കളും. അടിമസമാന ജീവിതത്തിൽ നിന്ന് കർഷക തൊഴിലാളികളെ മനുഷ്യരാകാൻ പഠിപ്പിച്ച നേതാവിനെ പുതുതലമുറയും ഇങ്ങനെയാണ് ഓർക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ ആരാടാന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചതാണ്. പിന്നെ നമ്മുടെ ബൂത്തിലാണ്, ഞാൻ പുള്ളിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. കണ്ണേകറിലെ VS. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടൻ ഇറക്കുമതി തീരുവ ഒഴിവാക്കും. ഇന്ത്യയിൽ ബ്രിട്ടൻ നിർമ്മിത സ്കോച്ച് വിസ്കിക്കും കാറുകൾക്കും വില കുറയും. ലെതർ, പാദരക്ഷകൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ അടക്കമുള്ളവയുടെ കയറ്റുമതിയിൽ ഇന്ത്യക്ക് സുപ്രധാന നേട്ടമാകുന്ന വ്യാപാര കരാറിൽ ഇന്ത്യയും ബ്രിട്ടനും ഒപ്പുവയ്ക്കും.
3 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വ്യാപാര മേഖലയിൽ ഇന്ത്യയ്ക്കും യുകെയ്ക്കും നേട്ടമാകുന്ന UK-India വിഷൻ 2035 കരാർ. ഇരു രാജ്യങ്ങളും പരസ്പരം ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഘട്ടം ഘട്ടമായി തീരുവ ഒഴിവാക്കുന്നതാണ് സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്ത്യയിലെ തൊഴിലാളികൾ മുതൽ പ്രൊഫഷണലുകൾ വരെയുള്ളവർക്ക് കരാർ നേട്ടമാകും. ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് ബ്രിട്ടനിൽ വില കുറയും. 8 മുതൽ 12 വരെയായിരുന്ന ഇറക്കുമതി തീരുവ ഇല്ലാതാകും. തിരുപ്പൂർ, സൂറത്ത്, ലുധിയാന എന്നിവിടങ്ങളിലെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് കരാർ ഊർജ്ജമാകും. പാദരക്ഷകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, വാഹന ഘടകങ്ങൾ എന്നിവയുടെ നിലവിലെ 4 മുതൽ 16% വരെയുള്ള തീരുവ വൈകാതെ പൂർണ്ണമായും ഒഴിവാകും. തേയില, സുഗന്ധവ്യഞ്ജനങ്ങൾ, അരി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും നേട്ടം. ഇന്ത്യൻ തൊഴിലാളികളിൽ നിന്ന് സാമൂഹ്യ സുരക്ഷാ നികുതി ചുമത്തുന്നതും ബ്രിട്ടൻ നിർത്തലാക്കും. ബ്രിട്ടൻ നിർമ്മിത സ്കോച്ച് വിസ്കിക്ക് ഇറക്കുമതി തീരുവ 150% നിന്ന് 75%. അടുത്ത ഘട്ടമായി 40%ലേക്കും തീരുവ കുറയ്ക്കും. സ്കോച്ച് വിസ്കിക്കൊപ്പം ബ്രിട്ടീഷ് നിർമ്മിത കാറുകൾക്കും വില കുറയും. ബ്രിട്ടീഷ് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ വില കുറയും. എഗ്രീഡായ ആ ഒരു സമയവും ഈ ട്രംപിന്റെ വരവും എല്ലാം കൂടെ നമ്മൾ കവർ ചെയ്ത് നോക്കുമ്പോൾ, എല്ലാം കൂടെ നമ്മൾ അസസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ലൈക്ക് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ട്രംപിന് അല്ലെ മറ്റ് ഈ വെസ്റ്റേൺ ഡെമോക്രസി അല്ലെ വെസ്റ്റേൺ രാജ്യങ്ങളുമായി അവരുമായി കരാറുകൾ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടൻ ആദ്യമായ ഒരു ഡീൽ ഇന്ത്യയുമായി ഏർപ്പെടുന്നത് ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ പ്രതിവർഷം 56,150 കോടി അധിക വരുമാനം ബ്രിട്ടന് ലഭിക്കും. ഇന്ത്യയിൽ കയറ്റുമതി കുതിക്കുന്നതിനൊപ്പം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. കരാറിനെ പ്രതികീർത്തിച്ച് മോദിയും കെയർ രംഗത്തെത്തി. ഹോൾഡ് 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $120 ബില്യൺ എത്തിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സകലമാന കേരളത്തിൽ ആര്യ ആർദേവൻ ചേരും. നമസ്കാരം.